ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 142 വരുന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചോദ്യം ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് കാണിക്കാം. ചുവടെയുള്ള ചതുരങ്ങളുടെയെല്ലാം വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ഓരോ ചതുരത്തിൻ്റെയും 2 മൂലകളിലെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. അതായത് ഇവിടെ 3 ചതുരങ്ങൾ തന്നിട്ടുണ്ട്. ആ 3 ചതുരങ്ങളിലെ രണ്ട് മൂലകളിലെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. ബാക്കി 2 മൂലകളിലെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യം എന്താണ് എക്സ് കോർഡിനേറ്റ്, 2 വൈ കോർഡിനേറ്റ്. അപ്പോൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ആദ്യം എക്സ് കോർഡിനേറ്റ് അല്ലേ, ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സ് കോർഡിനേറ്റ് ഇവിടെ എന്തായിരിക്കും, 2. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 2. ഇനി വൈ കോർഡിനേറ്റ് നോക്കാൻ ഇവിടെ നേരെ ഇങ്ങോട്ട് പോകുന്നത് എക്സ്, ഇത് വൈ. അപ്പോൾ ഇവിടെ 2,3 ആയിരിക്കും. ഇനി ഇവിടുത്തെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എക്സ് കോർഡിനേറ്റും വേണം, വൈ കോർഡിനേറ്റും വേണം. അപ്പോൾ ഈ 2 സൈഡ് പോസിറ്റീവാണ്. അപ്പോൾ ഈ 2 സൈഡ് എന്തായി, മൈനസ് ആവും. അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്താ, -2, ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എന്താ വരുന്നത്, 4, -2, 4. ഇനി രണ്ടാം ചിത്രം നോക്കുകയാണെങ്കിൽ ഈ 2 മൂലകളിലെ പോയിന്റുകളാണ് തന്നിട്ടുള്ളത്. അതിൽ 2, -4ഉം -1, -2. അപ്പോൾ ഈ 2 സൈഡുകൾ ആദ്യത്തെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും, പോസിറ്റീവ്. ഈ 2 സൈഡിലാണെങ്കിലോ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും. പെട്ടെന്ന് കുറിച്ചിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും, 2. ഇനി ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും, -2. അപ്പോൾ ഇവിടുത്തെ പോയിന്റുകൾ കിട്ടി 2, -2. ഇനി ഈ പോയിന്റ് കണ്ടുപിടിക്കണം. ഈ പോയിന്റിനെ കണ്ടുപിടിക്കുക. ഈ 2 സൈഡും മൈനസ് ആവും. അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്താണ്, -1, ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എന്താണ്, -4. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് കിട്ടി -1, -4. ഇനി ഈ 2 പോയിന്റുകൾ നമുക്കറിയാം, -1, 3, 2, 6. നമുക്ക് ഇവിടുത്തെ പോയിന്റും വേണം, ഇവിടുത്തെ പോയിന്റും വേണം. അപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, 2. ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എന്താണ്, 3. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് എന്തായി, 3. അപ്പോൾ ഇവിടുത്തെ പോയിന്റുകൾ കിട്ടി 2, 3 എന്ന പോയിന്റുകൾ കിട്ടി. ഇനി നമുക്ക് ഈ സൈഡ് കണ്ടുപിടിക്കാൻ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്താണ്, -1, ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എന്താണ്, 6. -1, 6 ആയിരിക്കും എവിടുത്തെ കോർഡിനേറ്റ്, ഈ മൂലയിലുള്ള കോർഡിനേറ്റ്. ഈ 3 ചോദ്യങ്ങൾ എന്താണ്, നല്ല ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ ഭാഗത്തിൽ രണ്ടാമതായിട്ട് ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്. അക്ഷങ്ങൾ വരയ്ക്കാതെ ചുവടെ പറഞ്ഞിരിക്കുന്ന ബിന്ദുക്കളുടെ ജോഡികൾ ഇടതു വലതു മേൽ കീഴ് സ്ഥാനങ്ങളിൽ ശരിയായി അടയാളപ്പെടുത്തുക. വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമായും ഈ ബിന്ദുക്കൾ എതിർമൂലകളായും വരയ്ക്കുന്ന ചതുരങ്ങളുടെ മറ്റ് മൂലകളിലെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. അതായത് താഴെ 4 കോർഡിനേറ്റ്സ് ഓരോ പെയറിൽ, അത് ഒരു പെയറിൽ 2 പെയർ വീതം തന്നിട്ടുണ്ട്. ഈ പെയറുകൾ എന്ത് ചെയ്യണം, അടയാളപ്പെടുത്തണം. ഇങ്ങനെ അക്ഷങ്ങൾ വരയ്ക്കാതെ, നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കും, അത് വരയ്ക്കാതെ എന്ത് ചെയ്യണം, ഈ 2 പോയിന്റും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ബാക്കി 2 മൂലകൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ചോദ്യം. ഇനി നമുക്ക് ഈ ചോദ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇടത് വലത് മേൽ കീഴ് സ്ഥാനങ്ങൾ ശരിയായി അടയാളപ്പെടുത്തുക, ഒപ്പം ബാക്കി 2 പോയിന്റുകളും കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന 4 പോയിന്റുകൾ ഏതൊക്കെയാണ്, 2 പോയിന്റുകൾ 3, 5ഉം അതുപോലെ തന്നെ 7, 8ഉം ആണ്. അപ്പോൾ നമ്മൾ ബാക്കി വരുന്ന 2 പോയിന്റുകൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ക്രോസ് ചെയ്ത് ഗുണിക്കുക. അതായത് ക്രോസ് ചെയ്തിട്ട് പെയറുകൾ എടുക്കുക. 3ഉം 5ഉം പിന്നെ എന്താണ് വരിക, 3ഉം 8ഉം 7ഉം 5ഉം. അപ്പോൾ എക്സ്ട്രാ മറ്റ് വരുന്ന പോയിന്റുകൾ 3, 8, അടുത്തത് 7, 5. അപ്പോൾ ഈ 4 എണ്ണമായിരിക്കും നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലെ ഒരു ചതുരത്തിൻ്റെ മൂലകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു ചതുരം വരച്ച്, അപ്പോൾ ഇതിൽ ഓരോ മൂലകളിലും ഏത് പോയിൻ്റാണ് വരാൻ നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഇതിൽ ഏറ്റവും
ചെറിയ കോർഡിനേറ്റ് സൂചക സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ ഏതൊക്കെ ചെറുത് വരുന്നത്? ഇവിടെ x3, ഇവിടെയും x3, ഇവിടെ y5, ഇവിടെ y8. അപ്പോൾ ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ചെറുത്? 3, 5 ആണ് ചെറുത്. അപ്പോൾ ഇടത്തെ വശത്തെ താഴത്തായിരിക്കും 3, 5 വരും. ഇനി നമ്മൾക്ക് വലുത് കണ്ടുപിടിക്കണം. വലുത് ഏതൊക്കെയാണ്? 7, 8ഉം 7, 5 ആണ്. ഇവിടെ 7 സെയിം ആണ്. 8 ആണോ 5 ആണോ വലുത്? 8. അപ്പോൾ ഈ മൂലയിലായിരിക്കും 7, 8 എന്ന് പോയിന്റ് വരിക. ഇനി ഈ രണ്ട് മൂലകൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി 3, 5 ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ എക്സ് എന്താണോ അതാണ് ഇവിടെ വരിക. അപ്പോൾ ഇവിടെ 3, 5 ആണെങ്കിൽ ഇവിടെ 3 വരണം. അപ്പോൾ 3 ഉള്ളടുത്ത് ഏതാണത്? 8, 3, 8. ഇനി പോയിന്റ് ബാക്കിയുടെ ഏതുള്ളത്? 7, 5. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലെ ഒന്നാമത്തത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. രണ്ടാമത്തെ ചോദ്യം ഞാനിവിടെ തന്നെ എഴുതാം. രണ്ടാമത്തെ ചോദ്യം 6, 2, 5, 4. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? പോയിൻറ്റ്സുകൾ കണ്ടുപിടിക്കണം. പോയിൻറ്റ്സുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഏതൊക്കെയാണ്? 6, 2ഉം 5, 4ഉം ആണ് നമ്മളോട് പറഞ്ഞത്. അപ്പം ഇനി എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. അപ്പം അടുത്ത പോയിന്റ് എന്തായിരിക്കും? 6, 2, 6, 4ഉം 5, 2ഉം. എന്ത് ചെയ്യുക? ചതുരം വരയ്ക്കുക. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറിൽ എന്ത് ചെയ്യുക? ചെയ്തു പോവുക. അപ്പോൾ ഇതിൽ ആദ്യം ഏത് ചെയ്യുക? ഫസ്റ്റ് ഏതാ നോക്കുക? ചെറുത് 5, 2, 5, 4. ഇതിലേതാ ചെറുത്? 5, 2. അപ്പോൾ ഇടത്തെ വശത്ത് താഴത്ത് 5, 2 വരും. ഇനി ഏതാണോ വലുത്? ഇവിടെ 6, 2 ഉണ്ട്, 6, 4 ഉണ്ട്. ഏതാ വലുത്? 6, 4 വലത്തെ സൈഡിലെ മുകൾ ഭാഗം. ഇനി ഇവിടെ 5, 2 ആണ്. അപ്പോൾ ഇവിടെ 5 ആണെങ്കിൽ ഇവിടുത്തെ താഴത്തെ എക്സ് കോർഡിനേറ്റ് എന്താണ്? 5. അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 5 വരും. അപ്പോൾ 5 ഉള്ള അടുത്ത നമ്പർ ഏതാണ്? 5, 4. ഇനി അടുത്തത് ഏതായിരിക്കും? ഇവിടെ വലുത്. ഇവിടെ 6, 4 വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? 6, 2. ഇതാണ് രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. സംശയം ഉണ്ടാവില്ല ഞാൻ വിചാരിക്കുന്നു. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നമ്മൾ 2 ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഞാൻ വായിക്കാം. മൂന്നാമത്തെ ചോദ്യം -3,5 and -7,1. അപ്പോൾ ആദ്യം പോയിന്റുകൾ കണ്ടുപിടിക്കാം. -3,5 -7,1. നമ്മൾ ആദ്യം ക്രോസ് ചെയ്തെടുക്കുക. ഏതൊക്കെ പോയിന്റ്? -3,1. അടുത്ത പോയിന്റ് -7,5. എന്ത് ചെയ്ത്? ചതുരം വരയ്ക്കുക. ഇനി ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെയും 2 പോയിന്റ് വേണം, ഇവിടെയും 2 പോയിന്റ് വേണം. ഇതിലെല്ലാത്തിലും എക്സ് കോർഡിനേറ്റ് എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ചെറുത് കണ്ടുപിടിക്കണം, ഒപ്പം എന്തും കണ്ടുപിടിക്കണം, വലുതും കണ്ടുപിടിക്കണം. ഇനി ഇതിൽ ഏറ്റവും ചെറിയ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വിചാരിക്കുക? ആദ്യം -3 ആയിരിക്കും ചെറുതെന്ന്. അല്ല, ഇതിൽ -7 ആയിരിക്കും എന്ത്? ചെറുത്. അതിനെക്കാട്ടും വലുതായിരിക്കും എന്ത്? -3 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ ഏതാണ്? -7 ആണ് ചെറുത്. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലായി എന്താണ്? -7 ആണ് വരിക. അപ്പോൾ ഇനി ഇവിടെ 1 ആണോ 5 ആണോ വരിക? ഇതിലേതാണ് ചെറുത്? 1 ആണോ 5 ആണോ? 1. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് -7,1. ഇനി ഇവിടെ -7 ആണെങ്കിൽ ഇവിടുത്തെ പോയിന്റ് എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് -7. ഇനി -7 വരുന്ന അടുത്ത പോയിന്റ് എന്താണ്? -7,5. ഇനി വലുത് കണ്ടുപിടിക്കണം. വലുത് എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ -3, ഇവിടെയും -3. അപ്പോൾ ഈ -3 രണ്ടിലും ഇവിടെ -3 എഴുതി. ഇനി ഇതിൽ 5 ആണോ 1 ആണോ വലുത്? 5. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് -3,5. ഇനി ഒരു പോയിന്റ് കൂടിയേ ഉള്ളൂ. ഇനി ഓൾറെഡി -3 വരുന്ന പോയിന്റ് ഏതാണ്? -3,1. ഇതാണ് മൂന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം ഇവിടെ നിന്ന് വായിച്ചിട്ട് എഴുതാം. നാലാമത്തെ ചോദ്യം ഞാൻ വായിക്കാം. -1, -2 and -5,
-4. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം? കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. -1, -2. അടുത്ത പോയിന്റ് വന്നിരിക്കുന്നത് -5, -4. ഇനി ക്രോസ് ചെയ്ത് ഗുണിച്ച് നോക്കാം. -1ഉം -4ഉം ഒരു പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് -5ഉം -2ഉം. എന്ത് ചെയ്യുക? നമ്മൾ ചതുരം വരയ്ക്കുക. ചതുരം വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ ചെറുത് കണ്ടുപിടിക്കണം. അപ്പം -1, -5, -1, -5. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ഏതായിരിക്കും? മൈനസിലുള്ളത്. ഈ -1 ആവുമോ? അല്ല, വലുത്. ഈ മൈനസ് ഇല്ലെങ്കിൽ എന്താണ്? മൈനസ് ഇല്ല എങ്കിൽ 5 ആയിരിക്കും എന്ത്? വലുത്. അപ്പോൾ ആലോചിക്കുക, മൈനസിൽ വലുതും തോന്നുന്നതായിരിക്കും നമുക്ക് എന്തായി എടുക്കേണ്ടത്? ചെറുതായിട്ട് എടുക്കേണ്ടത്. അപ്പം നേരത്തെ നമ്മൾ -3ഉം -7 കൊടുത്തപ്പോൾ ഏതാണ് ചെറുതാക്കി എടുത്തത്? -7. അതുപോലെ -1ഉം -5 കൊടുക്കുമ്പോൾ -5 ഉള്ള കോർഡിനേറ്റ് ആയിരിക്കും ചെറുത്. -5 എഴുതി. ഇനി ഇവിടെ -4 ഉണ്ട്, -2 ഉണ്ട്. ഇതിൽ ഏതായിരിക്കും ചെറുത്? -4 ആവും, -2 ആയിരിക്കും? 2 ആയിരിക്കുമോ? അല്ല, -4. അപ്പോൾ ചെറുത് -5, -4. ഇനി അടുത്തത് ഇവിടെ -5 ആണെങ്കിൽ ഇവിടുത്തെ കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് -5. -5 രണ്ടാമത്തെ പോയിന്റ് ഏതാണ്? -2. ഇനി ഇവിടുത്തെ പോയിന്റ് കണ്ടുപിടിക്കണം. നമുക്ക് വലുതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം -1 ഓൾറെഡി എഴുതി വെച്ച്. ഇനി ആകെ 2 പോയിന്റേ ഉള്ളൂ, -2ഉം അതുപോലെ തന്നെ -4ഉം. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് വലുതാക്കി എടുക്കുക. അതായത് 2ആണോ 4ആണോ ചെറുത്? 2ആണോ 4ആണോ ചെറുത്? 2. അപ്പം -1 -2 ആണ് ഇതിൽ വലുത്. അടുത്ത പോയിന്റ് എന്തായിരിക്കും? -1 -4. സംശയം ഉണ്ടെങ്കിൽ മൈനസ് കളഞ്ഞിട്ട് അതിലേതാണോ ചെറുത്, ഇവിടെ നോക്കി നോക്ക്. ഇവിടെ -2 കൊടുത്ത് -4 കൊടുത്ത്. അപ്പോൾ അതിൽ -2 ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ വലുത്, -4 ആയിരിക്കും ചെറുത്. അതൊന്ന് ജസ്റ്റ് എപ്പോഴും എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിന്ന് പേജ് നമ്പർ 142 വരുന്ന 2 ചോദ്യങ്ങളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ 142 2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചിത്രങ്ങളൊക്കെ എന്ത് ചെയ്യുക? വരച്ച് തന്നെ പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ വേറെ ചോദ്യങ്ങൾ കിട്ടാത്തതോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.